മിനു. ഹായ് മിനു. ഇന്നെന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്നൊരു കോട്ടയം സ്റ്റൈലൊരു മീൻകറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മീൻകറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം മീനാണ് നമുക്ക് വേണ്ടത്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മോതമീനാണ്. ഏകദേശം ഒരു 1/2 കിലോ മോതമീൻ കാണും ഇത്. ഇതിനാവശ്യമായ മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം മുളക് പൊടി, അത്യാവശ്യം വേണമെങ്കിൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, ഉലുവ, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പുളി, എണ്ണ. നമുക്ക് മീൻകറി ഉണ്ടാക്കാം. അത് നമുക്കൊരു ചട്ടി അടുപ്പേ വെക്കാം. നമ്മളിന്നിവിടെ മൺചട്ടിയിലാണ് മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് മൺചട്ടി അടുപ്പിലേക്ക് വെക്കാം. ചട്ടി ചൂടായിട്ട് നമുക്ക് ഇതിന് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായിട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. കടുകും ഉലുവയും നല്ലപോലെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇവ മൂന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയാണ് നമ്മളിവിടെ ചേർക്കുന്നത്. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ മുളക് പൊടിയുടെ, മല്ലിപ്പൊടിയുടെ, മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പം തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ആവശ്യമായ പുളി ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഇനി നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഈ മീൻകറി നമുക്ക് ഒരു 10-15 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഒന്നും കൂടെ അടച്ചു വെച്ചൊരു 5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം.
നമ്മുടെ കോട്ടയം സ്റ്റൈലിലുള്ള മീൻകറി എന്തായി? ഇതല്ലേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സൂപ്പർ മീൻകറിയാണ്. ചാറൊക്കെ നല്ല വറ്റി വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു കഷ്ണം എടുത്ത് നമുക്ക് നോക്കാം. ഇത് നല്ല ഓണം ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാവേ. നല്ല ഉപ്പും എരിവും ഒക്കെയുള്ള നല്ല അടിപൊളി കോട്ടയം സ്റ്റൈലിലുള്ള നല്ല അടിപൊളി മീൻകറിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.